പ്ലസ് ടു ബയോളജിയിലെ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ എന്ന ചാപ്റ്ററിൽ കോഡോമിനൻസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കുണ്ട്. പലർക്കും ഡൗട്ട് വരുന്ന ഒരു പോർഷനാണ്. ബ്ലഡ് ഗ്രൂപ്പിങ്ങിൻ്റെയൊക്കെ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്ന ഒരു പോർഷനാണ്. അപ്പോൾ കോഡോമിനൻസ് എന്താണെന്ന് സിമ്പിളായിട്ട് മനസ്സിലാവുന്ന രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഇതിൽ 2 അലീൽസ് എടുക്കുകയാണെങ്കിൽ ആ 2 അലീൽസിലും ഡോമിനൻ്റ് റെസസീവ് റിലേഷൻഷിപ്പ് ഒന്നും ഇല്ലാതെ തന്നെ രണ്ടും എക്സ്പ്രസ് ചെയ്യുന്നതിനെയാണ് കോഡോമിനൻസ് എന്ന് പറയുന്നത്. F1 ജനറേഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 2 പാരൻസ് അവിടെ എക്സ്പ്രസ് ചെയ്തതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതിൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ABO ബ്ലഡ് ഗ്രൂപ്പിംഗ് ഇൻ ഹ്യൂമൻ ബീൻസ്, മനുഷ്യരിലുള്ള ABO ബ്ലഡ് ഗ്രൂപ്പിംഗ് ആണ് എക്സാമ്പിളായിട്ട് വരുന്നത്. ഈ ABO ബ്ലഡ് ഗ്രൂപ്പിങ്ങിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു ജീനുണ്ട്, ഐ ജീൻ എന്ന് പറയും. റെഡ് ബ്ലഡ് സെൽസിൻ്റെ പ്ലാസ്മ മെംബ്രെയിൻ്റെ ഷുഗർ പോളിമേഴ്സ് ഉണ്ട്. അത് അതിൻ്റെ സർഫസിൽ നിന്ന് ഇങ്ങനെ കുറച്ച് പൊങ്ങിയാണ് നിൽക്കുന്നത്. അപ്പോൾ ഏത് തരം ഷുഗറാണ് വേണ്ടതെന്ന് വെച്ചാൽ അതിനെ കൺട്രോൾ ചെയ്യുന്നത് ഈ പറയുന്ന ഐ ജീനാണ്. അപ്പോൾ ഈ ഐ ജീനിന് 3 അലീൽസ് ആണ് ഉള്ളത്. IA, IB പിന്നെ സ്മാൾ ഐ. അലീൽസ് ആയിട്ടുള്ള IAയും IBയും വ്യത്യസ്ത തരത്തിലുള്ള ഷുഗർ പ്രൊഡ്യൂസ് ചെയ്യും. അതേസമയം സ്മാൾ ഐ ഷുഗർ ഒന്നും തന്നെ പ്രൊഡ്യൂസ് ചെയ്യത്തില്ല. ഇതിന് കാരണമായിട്ട് പറയുന്നത് മനുഷ്യർ ഡിപ്ലോയിഡ് ആയിട്ടുള്ള ഓർഗാനിസംസ് ആണ്. പിന്നെ ഓരോ വ്യക്തികളിലും ഓരോ പേഴ്സൺസിലും 3 ഐ ജീൻസ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അതിൽ 2 ഐ ജീൻസ് ആയിരിക്കും കാണപ്പെടുന്നത്, അല്ലെങ്കിൽ 2 എണ്ണം ആയിരിക്കും എക്സ്പ്രസ് ചെയ്യുന്നത് ഡോമിനൻ്റ് ആയിട്ടുള്ളത്. ഒരെണ്ണം എന്തായിരിക്കും റെസസീവ് ആയിരിക്കും, എക്സ്പ്രസ് ചെയ്യാത്തത് ആയിരിക്കും. IA ആൻഡ് IB ആർ കംപ്ലീറ്റ്ലി ഡോമിനൻ്റ് ഓവർ സ്മാൾ ഐ. അപ്പോൾ IAയും IBയും ആണ് ഡോമിനൻ്റ്, എക്സ്പ്രസ് ചെയ്യുന്നത് IAയും IBയും എന്ന അലീൽസ് ആണ്. സ്മാൾ ഐ അവിടെ എക്സ്പ്രസ് ചെയ്യുന്നില്ല, അത് റെസസീവ് ആണ്. അങ്ങനെയാണെങ്കിൽ ഈ 2 അലീൽസും കൂടെ അടുത്തടുത്ത് വരുമ്പോൾ എന്ത് സംഭവിക്കും? ഏത് എക്സ്പ്രസ് ചെയ്യും, ഏത് എക്സ്പ്രസ് ചെയ്യാതിരിക്കുമെന്ന് അറിയാമോ? നമുക്ക് നോക്കാം. IAയും സ്മാൾ ഐയും കൂടെ പ്രസൻ്റ് ആയിരിക്കുന്ന സാഹചര്യത്തിൽ IA മാത്രമേ എക്സ്പ്രസ് ചെയ്യത്തുള്ളൂ. അതിന് കാരണം എന്താണ്? നമുക്ക് അറിയാം, IA ഷുഗർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷെ സ്മാൾ ഐ ഷുഗർ ഒന്നും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ IA മാത്രമായിരിക്കും അവിടെ എക്സ്പ്രസ് ചെയ്യുന്നത്. അതേപോലെ തന്നെയാണ് IBയും സ്മാൾ ഐയും കൂടെ പ്രസൻ്റ് ആയിരിക്കുമ്പോൾ IB എക്സ്പ്രസ് ചെയ്യും, സ്മാൾ ഐ എക്സ്പ്രസ് ചെയ്യത്തില്ല. അതുപോലെ തന്നെ അലീൽസ് ആയിട്ടുള്ള IAയും IBയും ഒരുമിച്ച് പ്രസൻ്റ് ആയിരിക്കുന്ന സാഹചര്യത്തിൽ രണ്ടുപേരും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഷുഗർ ഉണ്ടാക്കുന്നുണ്ട്. അവരുടേതായിട്ടുള്ള വ്യത്യസ്ത തരത്തിലുള്ള ഷുഗേഴ്സ് അവരെന്ത് ചെയ്യുന്നുണ്ട്, പ്രൊഡ്യൂസ് ചെയ്യുന്നതിനാൽ രണ്ടുപേരും എക്സ്പ്രസ് ചെയ്യും. കോഡോമിനൻസിൻ്റെ ഫലമായിട്ട് IAയും IBയും എന്ത് ചെയ്യും, എക്സ്പ്രസ് ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മുടെ ഹ്യൂമൻസിലുള്ള റെഡ് ബ്ലഡ് സെൽസിന് RBCയിൽ A ടൈപ്പ് ഷുഗറും B ടൈപ്പ് ഷുഗറും രണ്ടും തന്നെ എന്തായിരിക്കും കാണാനായിട്ട് സാധിക്കും. ബോത്ത് A ടൈപ്പ് ആൻഡ് B ടൈപ്പ് ഷുഗേഴ്സ് നമ്മുടെ ഹ്യൂമൻസിൻ്റെ റെഡ് ബ്ലഡ് സെൽസിൽ പ്രസൻ്റ് ആണ്. അപ്പോൾ നേരത്തെ പറഞ്ഞു ഐ ജീനിന് 3 തരം അലീലുണ്ട്, IA, IB, സ്മാൾ ഐ. അപ്പോൾ ഈ 3 അലീൽസും കൂടെ ചേർന്ന് 6 വ്യത്യസ്ത ജീനോടൈപ്പ് കോമ്പിനേഷൻസ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ടേബിളിൽ 4 കോളംസ് കാണാനായിട്ട് സാധിക്കും. ഫസ്റ്റ് കോളത്തിൽ അലീൽ ഫ്രം പാരൻറ്റ് 1, ഫസ്റ്റത്തെ പാരൻറ്റിൻ്റെ അലീൽ. സെക്കൻഡ് കോളത്തിൽ അലീൽ ഫ്രം പാരൻറ്റ് 2, രണ്ടാമത്തെ പാരൻറ്റിൻ്റെ അലീൽ. മൂന്നാമത്തെ കോളത്തിൽ ജീനോടൈപ്പ് ഓഫ് ഓഫ്സ്പ്രിങ്, കുട്ടിയുടെ ജീനോടൈപ്പ്. നാലാമത്തെ കോളത്തിൽ ബ്ലഡ് ടൈപ്സ് ഓഫ് ഓഫ്സ്പ്രിങ്, കുട്ടിയുടെ ബ്ലഡ് ടൈപ്പ് ഏതാണെന്ന് വെച്ചാൽ അതാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ടേബിൾ നിങ്ങൾ തീർച്ചയായിട്ടും പഠിച്ചിട്ട് പോവേണ്ടതാണ്. ഇതിൽ നിന്നും ഒരു ക്വസ്റ്റ്യനെങ്കിലും എക്സാമിന് എക്സ്പെക്റ്റ് ചെയ്യാൻ ചാൻസ് ഉള്ളതാണ്. 2 പാരൻറ്റിൻ്റെയും അലീൽ IA എന്നാണെങ്കിൽ കുട്ടിയുടെ ജീനോടൈപ്പ് IA ആണ്. അങ്ങനെയാണെങ്കിൽ കുട്ടിക്ക് A ഗ്രൂപ്പ് ആയിരിക്കും. ഇനി ഒരു പാരൻറ്റിന് IAയും മറ്റേ പാരൻറ്റിന് IBയും ആണെങ്കിൽ കുട്ടിയുടെ ജീനോടൈപ്പ് IB ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ AB ബ്ലഡ് ഗ്രൂപ്പ് ആയിരിക്കും. ഇനി ഒരു പാരൻറ്റിന് IAയും മറ്റേ പാരൻറ്റിന് സ്മാൾ ഐയും ആണെങ്കിൽ കുട്ടിയുടെ ജീനോടൈപ്പ് IA സ്മാൾ ഐ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ബ്ലഡ് ഗ്രൂപ്പ് A ഗ്രൂപ്പ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് IA വന്നാലും IA സ്മാൾ ഐ വന്നാലും കുട്ടിയുടെ ബ്ലഡ് ഗ്രൂപ്പ് A ആണ്. ഫസ്റ്റ് പാരൻറ്റിൽ നിന്നും IB അലീലും സെക്കൻഡ് പാരൻറ്റിൽ നിന്നും IA അലീലും ആണെങ്കിൽ കുട്ടിയുടെ ജീനോടൈപ്പ് IB ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ കുട്ടിയുടെ ബ്ലഡ് ഗ്രൂപ്പ് AB ഗ്രൂപ്പ് ആയിരിക്കും. ഇനി 2 പാരൻസിൽ നിന്നും അലീൽ IB ആണെങ്കിൽ കുട്ടിയുടെ ജീനോടൈപ്പ് IB എന്നായിരിക്കും. അങ്ങനെയാണെങ്കിൽ കുട്ടിയുടെ ബ്ലഡ് ഗ്രൂപ്പ് B ഗ്രൂപ്പ് ആയിരിക്കും. ഇനി ഒരു പാരൻറ്റിൽ നിന്നും IB അലീലും അടുത്ത പാരൻറ്റിൽ നിന്നും സ്മാൾ ഐ അലീലും ആണെങ്കിൽ കുട്ടിയുടെ ജീനോടൈപ്പ് IB സ്മാൾ ഐ എന്നാണ്. അങ്ങനെയാണെങ്കിൽ കുട്ടിയുടെ ബ്ലഡ് ഗ്രൂപ്പ് B ഗ്രൂപ്പാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, ജീനോടൈപ്പ് IB ആണെങ്കിലും IB സ്മാൾ ഐ ആണെങ്കിലും ബ്ലഡ് ഗ്രൂപ്പ് B ഗ്രൂപ്പ് ആയിരിക്കും. ഇനി 2 പാരൻറ്റിൻ്റെ അലീൽ സ്മാൾ ഐ ആണെന്ന് വയ്ക്കുക. അങ്ങനെയാണെങ്കിൽ കുട്ടിയുടെ ജീനോടൈപ്പ് സ്മാൾ ഐ എന്നാവും. പക്ഷേ ബ്ലഡ് ഗ്രൂപ്പ് A ഗ്രൂപ്പ് ആയിരിക്കത്തില്ല, AB ആയിരിക്കത്തില്ല, B ആയിരിക്കത്തില്ല, O ഗ്രൂപ്പ് ആയിരിക്കും ആ സാഹചര്യത്തിൽ ബ്ലഡ് ഗ്രൂപ്പായിട്ട് വരുന്നത്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ A ബ്ലഡ് ഗ്രൂപ്പിന് 2 ജീനോടൈപ്പാണ് ഉള്ളത്. ഒന്ന് IA സ്മാൾ ഐ. B ബ്ലഡ് ഗ്രൂപ്പിനും അതേപോലെ തന്നെ IBയും
ഐ ബി സ്മാൾ ഐയും. എ ബിക്ക് ഒരെണ്ണേ ഉള്ളൂ, അത് ഐ എ ഐ ബി ആണ്. ഇനി ഓക്കെ ആണെങ്കിൽ സ്മാൾ ഐ ആണ് അതിൻ്റെ ജീനോടൈപ്പ്. അപ്പോൾ ഇതുപോലെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എക്സാമിന് എക്സ്പെക്റ്റ് ചെയ്യാം. അച്ഛൻ്റെയും അമ്മയുടെയും ബ്ലഡ് ഗ്രൂപ്പ് തന്നിട്ട് കുട്ടിയുടേത് ഏത് ബ്ലഡ് ഗ്രൂപ്പ് ആണെന്ന് കണ്ടുപിടിക്കാനായിട്ട് ചോദിക്കും. അച്ഛൻ്റേത് എ ഗ്രൂപ്പ് ആണെങ്കിൽ അമ്മയുടേത് ബി ഗ്രൂപ്പ് ആണെങ്കിൽ കുട്ടിയുടെ ഏതാണ് ബ്ലഡ് ഗ്രൂപ്പ് എന്ന് കണ്ടുപിടിക്കാനായിരിക്കും ചിലപ്പോൾ ചോദിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഇത് എ ഗ്രൂപ്പിന് പോസിബിൾ ആയിട്ടുള്ള ജീനോടൈപ്പ് എഴുതുക, ബിക്ക് പോസിബിൾ ആയിട്ടുള്ള ജീനോടൈപ്പ് എഴുതി ഈ രീതിയിൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുന്നതാണ്. നെക്സ്റ്റ് ടോപ്പിക് മൾട്ടിപ്പിൾ അലീലിസം അല്ലെങ്കിൽ മൾട്ടിപ്പിൾ അലീൽസ് എന്താണെന്ന് സിമ്പിളായിട്ട് പറഞ്ഞു തരാം. ഒരേ ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്തുകൊണ്ട് രണ്ടോ അതിൽ കൂടുതലോ മൂന്നോ ഒക്കെയോ അലീൽസ് ഉണ്ടാവും. നമുക്കറിയാം ഒരു ഇൻഡിവിജ്വലിൽ 2 അലീൽസാണ് പ്രസൻ്റ് ആയിരിക്കുന്നത്. അപ്പോൾ മൾട്ടിപ്പിൾ അലീൽസ് ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാനായിട്ട് പോപ്പുലേഷൻ സ്റ്റഡീസൊക്കെ ചെയ്താൽ മാത്രമേ അങ്ങനെ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ ഒരു സെയിം ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്തുകൊണ്ട് 2 അതിൽ കൂടുതലോ അലീൽസ് ഉണ്ടാവുകയാണെങ്കിൽ ആ ഒരു ഫിനോമിനനെയാണ് മൾട്ടിപ്പിൾ അലീലിസം അല്ലെങ്കിൽ മൾട്ടിപ്പിൾ അലീൽസ് എന്ന് പറയുന്നത്. എ സിംഗിൾ ജീൻ പ്രോഡക്റ്റ് മേ പ്രൊഡ്യൂസ് മോർ ദാൻ 1 എഫക്റ്റ്. ഒരു സിംഗിൾ ജീൻ പ്രോഡക്റ്റ് ഒന്നിലധികം എഫക്റ്റിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നതിനെയാണ് മൾട്ടിപ്പിൾ അലീലിസം എന്ന് പറയുന്നത്. ഇതിനൊരു നല്ല എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നേരത്തെ കോഡോമിനൻസിൽ നോക്കിയ ആ എ ബി ഒ ബ്ലഡ് ഗ്രൂപ്പിംഗ് തന്നെയാണ് ഇതിന് എക്സാമ്പിളായിട്ട് വരുന്നത്. ഇതിൻ്റെ വേറെ എക്സാമ്പിൾ ഉണ്ട്, സ്റ്റാർച്ച് സിന്തസിസ് ഇൻ പീ സീഡ്സ്. ഇതിനെ കൺട്രോൾ ചെയ്യുന്നത് ഒരേ ഒരു ജീനാണ്. ആ ഒരു ജീനിന് 2 അലീൽസ് ഉണ്ട്, ക്യാപിറ്റൽ ബിയും സ്മാൾ ബിയും. ക്യാപിറ്റൽ ബി ഹോമോസൈഗോട്സ് എന്നാണ് ഇതിന് പറയുന്നത്, സെയിം പെയറായിട്ടുള്ള അത്. അപ്പോൾ ഇവർ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, സ്റ്റാർച്ച് നല്ല എഫക്റ്റീവായിട്ട് കൂടുതൽ സിന്തസൈസ് ചെയ്യാനായിട്ട് സാധിക്കും. ആയതിനാൽ തന്നെ ലാർജ് സ്റ്റാർച്ച് ഗ്രെയിൻസ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. സ്മാൾ ബി ആണെങ്കിൽ ഇതിന് എഫിഷ്യൻസി വളരെ കുറവാണ്. അപ്പോൾ എന്താണ്, ചെറിയ സ്റ്റാർച്ച് ഗ്രെയിൻസ് ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നത്. സ്റ്റാർച്ച് സിന്തസിസിൽ എഫിഷ്യൻസി കുറവായതിനാൽ ചെറിയ സ്റ്റാർച്ച് ഗ്രെയിൻസ് ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ആ സമയം എന്താണ്, ക്യാപിറ്റൽ ബി ആണെങ്കിൽ എഫിഷ്യൻസി അതിന് കൂടുതലായിരിക്കും, ലാർജ് ഗ്രെയിൻസ് ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഈ സീഡ്സിൻ്റെ മെച്യൂറേഷന് ശേഷം ക്യാപിറ്റൽ ബി സീഡ്സ് റൗണ്ട് ആവുകയും സ്മാൾ ബി സീഡ്സ് ഫ്രിങ്കിൾഡ് ആവുകയും ചെയ്യും. ഹെട്രോസൈഗോട്സ് ആണ് റൗണ്ട് സീഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ക്യാപിറ്റൽ ബി ഡോമിനൻ്റ് അലീലായിട്ട് കാണപ്പെടാനായിട്ട് സാധിക്കും. ക്യാപിറ്റൽ ബിയും സ്മാൾ ബി സീഡ്സും കൂടെ ചേർന്ന് പ്രൊഡ്യൂസ് ചെയ്ത സ്റ്റാർച്ച് ഗ്രെയിൻസ് ഒക്കെ ഇൻ്റർമീഡിയറ്റ് സൈസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ സ്റ്റാർച്ച് ഗ്രെയിൻ സൈസിനെ അതിൻ്റെ ഫീനോടൈപ്പ് ആക്കി കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ അലീൽസിൽ നിന്നും നമുക്ക് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കും, ഡോമിനൻസ് എന്ന് പറഞ്ഞാൽ ജീനിൻ്റെ മാത്രം പ്രത്യേകതയുള്ള ഒരു ഫീച്ചർ അല്ല. അപ്പോൾ ഇത്രയാണ് മൾട്ടിപ്പിൾ അലീലിസത്തിൽ ഉള്ളത്. മൾട്ടിപ്പിൾ അലീലിസത്തിൻ്റെ എക്സാമ്പിൾ സ്റ്റാർച്ച് സിന്തസിസും പിന്നെ എ ബി ഒ ബ്ലഡ് ഗ്രൂപ്പിങ്ങും ആണ്. അപ്പോൾ എല്ലാവർക്കും പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ കോഡോമിനൻസും മൾട്ടിപ്പിൾ അലീലിസവും സിമ്പിളായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും താങ്ക് യു.